കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്വന്തം കണ്ണിലെ കമ്പെടുത്ത് മാറ്റിയിട്ട് പോരേ ഗോപാലകൃഷ്ണ, മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നത്. കൃഷ്ണൻകുട്ടിയേട്ട, നിങ്ങൾ ചെയ്തതിന്റെ ഒക്കെ തിരിച്ചടിയാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശവും ഇല്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഇതിൽ വന്ന് പെട്ടുപോയതാ. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് നിങ്ങളുടെ രണ്ടാം ഭാര്യ രാജേശ്വരിയെയാ. ഈ പാകത്തോട്ട് കേറിപ്പോയ നിങ്ങളുടെ മകള് ശാരികയും രാജീവുമായിട്ടുള്ള കല്യാണം നടത്തരുതെന്നും ശാരദയുടെ കയ്യിൽ ഒരു കൂക്കച്ചൊളയില്ലെന്നും പറയാനാ അന്ന് രാജേശ്വരി ഇവിടെ വന്നത്. അന്നും നിങ്ങൾ രാജേശ്വരിയുടെ പക്ഷത്താന്നാ ഞങ്ങള് മനസ്സിലാക്കിയത്. ഇപ്പൊ നിങ്ങൾ ശാരദയുടെ പക്ഷത്തേക്ക് മാറിയെങ്കിലും ഇതിനിടയ്ക്ക് ഞങ്ങൾ പെട്ടുപോയില്ലേ? അതിനെ ഞങ്ങളുടെ മകനെ പറഞ്ഞാ മതിയല്ലോ. ലോകത്തെങ്ങും വേറെ പെണ്ണില്ലാത്തതുപോലെ അവളെ മാത്രം മതിയെന്നും പറഞ്ഞു അവൻ പിടിച്ച പിടിയാലെ അങ്ങ് നിന്നു. എന്നാലും പറഞ്ഞ പൊന്ന് തന്ന് കണക്ക് തീർക്കാനുള്ള മാന്യത കാണിച്ചില്ല ആ ശാരദാമ്മ. അവളെ ഇപ്പോഴും ഈ വീട്ടിൽ കയറ്റുന്നുണ്ടെങ്കിലേ അത് ഞങ്ങളുടെ ദയ മാത്രം. ഗോപാലകൃഷ്ണന് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഇതൊന്നും സംസാരിക്കാനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല. നിങ്ങൾ എന്റെ കുട്ടിയോട് കാട്ടുന്ന ദയയും കരുണയും തുടരണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങൾക്കാരോടും ക്രൂരത കാട്ടണമെന്നില്ല. എല്ലാവരോടും ദയോടും ദീനാനുകമ്പയോടും പോകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ പൊന്ന് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിന്റെ ആ കയ്പുണ്ടല്ലോ, അതെ മനസ്സിന്ന് പോകുന്നില്ല. അല്ല, നിങ്ങൾ വിചാരിച്ച ഈ വിഷയം ഇപ്പൊ ലളിതമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ശാരദാമ്മയ്ക്ക് സ്ത്രീധനായി കിട്ടിയ 30 പവൻ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലെ അലമാരയിൽ ഇരിപ്പില്ലേ? അതല്ലേ അന്ന് രാജീവിന്റെ നിശ്ചയത്തിന് രാജേശ്വരി എടുത്തോണ്ട് വന്നത്. അത് കാണിച്ചല്ലേ രാജേശ്വരി ശാരദാമ്മയ്ക്ക് മുക്കുപണ്ടം കൊടുത്ത് പറ്റിച്ചത്. അതിങ്ങെടുത്ത് തന്നാ മതിയെന്നേ. അതല്ലെങ്കിൽ വീട് സ്ഥലവുമായിട്ട് സ്വത്ത് കുറെ കിടപ്പുണ്ടല്ലോ, അതിന്ന് കുറച്ചങ്ങ് വിറ്റാ മതി. ഒരു 10-15 ലക്ഷം രൂപ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഗോപാലകൃഷ്ണന് ഒരു പ്രശ്നമാണോ? സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇതേ കൈപ്പടയിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എഴുതി ചേർക്കാം. അല്ല, ഈ സ്വത്തുക്കൾക്ക് എങ്ങനെ വീതം വയ്ക്കണമെന്നാ ചേച്ചിയുടെ പ്ലാൻ? എന്താ ഗോപാലകൃഷ്ണ, നടക്കുവോ? അതാണ് 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 സ്വന്തം മണത്തിന്റെ കാര്യത്തില് എല്ലാവർക്കും കരുതലുണ്ട്. നിങ്ങളുടെ മകളോട് നിങ്ങൾ കാട്ടാത്ത കരുണ ഞങ്ങളുടെ മരുമകളോട് ഞങ്ങൾ കാട്ടണോ? ഇനി ഗോപാലകൃഷ്ണനോട് ഞങ്ങളുടെ വക ഒരു അഭ്യർത്ഥനയുണ്ട്. കാര്യം ശാരിക നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷേ അവളുടെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ശാരദാമ്മയുടെ വീട്ടിൽ നിങ്ങളിങ്ങനെ കയറി ഇറങ്ങുന്നതിന് നാട്ടുകാര് വല്ലതൊക്കെ പറഞ്ഞെന്നിരിക്കും. ശാരദാമ്മയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഗോപാലകൃഷ്ണൻ അവസാനിപ്പിച്ചതല്ലേ? ഇപ്പോ നിങ്ങൾക്കൊരു ഭാര്യയും ഉണ്ട്. നാട്ടുകാര് അത് ഇതുമൊക്കെ പറഞ്ഞ ഞങ്ങളുടെ രാജീവിനാ കുറച്ചില്. അവൻ ഈ നാട്ടിൽ കോളേജിൽ പഠിപ്പിക്കാനുള്ളതല്ലേ? ശാരദാമ്മയുടെ വീട്ടിൽ പോകുന്നതൊക്കെ ഗോപാലകൃഷ്ണന്റെ ഇഷ്ടം. പക്ഷേ ശാരികയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരരുത്. ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാ ഞാൻ ഇറങ്ങാം. അതാ നല്ലത്. അച്ഛാ,
ചായ കുടിച്ചിട്ട് പോയാ മതി ഗോപാലകൃഷ്ണ. വിജയേ, നീങ്ങി വന്നേ. മോള് ചായയും കൊണ്ടുവാ. ചായ മാത്രം മതി മോളെ. അച്ഛനെന്താ പെട്ടെന്ന് പോണേ? പെട്ടെന്നല്ലല്ലോ, അച്ഛൻ ഇത്രയും നേരം അവരുമായിട്ട് സംസാരിക്കായിരുന്നു. അവരെന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ മോശമായിട്ട്? ഏയ്, ഞങ്ങളിങ്ങനെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ശരി മോളെ, ഞാൻ ഇറങ്ങാം. ഞാൻ പറഞ്ഞതെപ്പോഴും മോളുടെ ഓർമ്മയിലുണ്ടാവണം. ബന്ധങ്ങൾ മുറിയാതെ നോക്കണം. മുറിഞ്ഞാ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ഒരിക്കലും. പോട്ടെ. ചെയ്തതിന്റെ ഒക്കെ തിരിച്ചടിയാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശവും ഇല്ല. നീ എന്താ ഇതുവരെ റെഡി ആയില്ലേ? നീ ഇതുവരെ റെഡി ആയില്ലേന്ന്? ഞാൻ അത് പിന്നെ ഒരു പിന്നെ ഇല്ല. റെഡി ആയാലും ഇല്ലെങ്കിലും 5 മിനിറ്റിനകം ഇവിടുന്ന് ഇറങ്ങണം. DNA ടെസ്റ്റിന്റെ കാര്യം ഞാൻ തമാശ പറഞ്ഞാണെന്ന് കരുതിയോ നീ? നോക്കിക്കോ, നിന്റെ കളിയെല്ലാം ഇവിടെ തീരുക. എന്റെ മകന്റെ തോളീന്ന് താഴേക്ക് ഇറങ്ങാൻ റെഡിയായിക്കോണോന്നർത്ഥം. ഞാൻ പുറത്തുണ്ട്, വാ അങ്ങോട്ട്. പ്രീതി, ശാലിനി, എന്താ പ്രീതി? എന്നെ DNA ടെസ്റ്റിന് കൊണ്ടുപോവാ ശാലിനി. ഇപ്പോഴോ? വിഷമിക്കണ്ട പ്രീതി, അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആവില്ലേ? പിന്നെ പ്രീതിയെ സംശയം പറയാനാവില്ലല്ലോ വസുമതി ആന്റിക്ക്. ശരി തന്നെയാ ശാലിനി, പക്ഷെ അമ്മ ഇതറിയോന്നാ? സത്യം എങ്ങനെ അറിയാനാ? എന്നാലും എനിക്കൊരു പേടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ടെസ്റ്റ് നടത്തുമ്പോൾ ശാലിനി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. അതിനെന്താ, ഞാൻ വരാം. എടി പ്രീതി, ശരി, ഫോൺ വെച്ചോ, ഞാൻ ഉടനെ വരാം. ശരി.
കള്ളത്തരമാണല്ലോ. നീ എവിടെ പോയാലും പിന്നാലെ വന്ന് ഞാനത് പിടിച്ചിരിക്കും ശാലിനി. അല്ല, നിങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ശരി. ആ ശരി. എന്തോ കള്ളത്തരമുണ്ട്. ഇവളെ ഇന്ന് കൈയോടെ പിടിച്ചിട്ട് തന്നെ കാര്യം. എന്നാൽ ഇവളിത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടിയെ ഇവിടെ എങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നോക്കിയേ. കണ്ടിട്ടില്ല. ശരി. സുസ്മിതേ, എവിടെയാ നീ ഒളിഞ്ഞിരിക്കുന്നത്? മാറാ നീക്കി വാ എനിക്ക് മുന്നിലേക്ക്. സുസ്മിതേ, 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 ഒന്ന് വണ്ടി നിർത്താൻ പറ. സുസ്മിതേ, വണ്ടി നിർത്താൻ. കാറിന്റെ നമ്പർ കിട്ടി സുസ്മിതേ, ബാക്കി ഞാൻ ഏറ്റു.
ഇവിടെ കാത്തുകെട്ടി കിടക്കാനൊന്നും പറ്റില്ല. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. സോറി മാഡം, ഡോക്ടർ ഒരു പേഷ്യന്റിനെ പരിശോധിച്ചോണ്ടിരിക്കുക. ആഹാ, ഞാനേ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതാ. നീ പോയിട്ടേ വസുമതി കുഞ്ഞമ്മ വന്നിട്ടുണ്ടെന്ന് പറ. നോക്കട്ടെ മാം. നോക്കിയ പോരാ, നടക്കണം. ചേട്ടാ, ബാലൻസ്. ഇവക്കെന്താ ഈ ഹോസ്പിറ്റൽ ഇടപാട്? കൈയോടെ പിടിച്ചിട്ട് തന്നെ കാര്യം. പ്രീതി, ശാലിനി, ആഹാ, അപ്പോഴേക്കും കമ്പിയില്ല കമ്പിയും എത്തിയോ? പ്രീതി പറഞ്ഞില്ല ആന്റി. ഞാൻ വെറുതെ വിളിച്ചപ്പോ പ്രീതി ഹോസ്പിറ്റലിൽ വരുന്ന കാര്യം പറഞ്ഞതാ. വസുമതി ആന്റിയും പ്രീതിയും ഒക്കെ എത്തിയിട്ടുണ്ടല്ലോ. എന്താണാവോ സീൻ? ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ നിനക്ക്? DNA ടെസ്റ്റിന്. വസുമതി വെറും വാക്ക് പറയാണെന്ന് കരുതിയോ നീ? DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാ നടത്തിയിരിക്കും. ഞങ്ങൾക്കതില് എതിർപ്പൊന്നുമില്ല ആന്റി. ആ, എതിർപ്പുണ്ടെങ്കിലും ടെസ്റ്റ് നടന്നിരിക്കും. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടേ ഇവൾക്ക് എന്റെ മകന്റെ ഭാര്യയായി അംഗീകാരമുള്ളൂ. പറഞ്ഞതാണല്ലോ നിന്നോട് നേരത്തെ അത്. വഞ്ചകി, നീ ഭാമാന്റിയെ ചതിക്കായിരുന്നല്ലേ? അതെ, ഡോക്ടർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇത് അപ്പൊ ശാലിനി, പ്രീതിക്ക് DNA ടെസ്റ്റ് നടത്താൻ പോവാ. ഞാനൊന്ന് ഉരച്ചു നോക്കട്ടെ, സത്യഭാമയുടെ മകള് താനി തങ്കം തന്നെയാണോന്ന്. വാ ശാലിനി, അമ്മ ഇതൊന്നും അറിയില്ല. അത്രേ ഉള്ളൂ, ആകെ ഒരു പേടി. പ്രീതി, ഒന്നും പേടിക്കണ്ട. എല്ലാം കൂടെ ആന്റിയെ കബളിപ്പിക്കുകയാണല്ലേ? ഇതുവരെ സുസ്മിത പയറ്റിയതെല്ലാം കുതന്ത്രങ്ങളായിരുന്നു. പക്ഷേ ഇപ്പൊ നീയൊക്കെ വന്ന് വീഴാൻ പോകുന്നത് സ്വയം ഒരുക്കിയ കെണിയില. ഒരു വെടിക്ക് രണ്ടല്ല, 20 പക്ഷേ വീഴ്ത്തി കാണിച്ചു തരാം ഈ സുസ്മിത. ശരിയാക്കി തരാം ശാലിനി. സുസ്മിതേ, എവിടെയാ നീ? ഇവിടെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ ആന്റി. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും പറ്റിയിട്ടില്ല ആന്റി. പറ്റാൻ പോകുന്നത് ആന്റിക്കാ. മനസ്സിലായില്ല. സത്യഭാമെന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദരവോടെ നിന്നിരുന്നവർ നാളെ മുതൽ ആന്റിയുടെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കും. നീ കാര്യം പറ സുസ്മിതേ. ആന്റിയുടെ പുന്നാര മരുമകളുണ്ടല്ലോ ശാലിനി, അവള് പ്രീതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. എന്തിന്? DNA ടെസ്റ്റിന്. വേറെന്തിനാ?